പക്ഷെ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് കുറച്ചൊരു മധുരൈ ടച്ചാണ് കൊടുക്കാൻ പോകുന്നത്. കംപ്ലീറ്റ്ലി നമ്മൾ മധുരയിലേക്ക് പോവുകയല്ല, നമ്മൾ കേരളക്കാരിലോട്ട് നിന്നേച്ച മധുരയിലോട്ട് പോകത്തുള്ളൂ. കാര്യം മധുരയുടെ ഫ്ലേവർ എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുകയല്ലേ. ഇന്ന് മധുരൈ ഫിഷ് കറി വിത്ത് എന്താ പറയുക കേരള ടച്ച്, ദാറ്റ് മീൻസ് ഒരു ആനീസ് ടച്ച് ഇട്ടേച്ച് നമുക്കൊരു കറി വയ്ക്കാം. ഇതിനകത്ത് മീൻകറിക്ക് അറിയാം എന്നൊക്കെയാണ് വേണ്ടിയെന്നുള്ളത്, ആ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. പക്ഷെ എന്നാലും ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അത് ഇതിൽ ചേർക്കണം, പക്ഷെ ഞാൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വെച്ചിട്ടില്ല. കാര്യം നമുക്കത് അധികം പിടിക്കുകയില്ല, അതുകൊണ്ട് വെച്ചിട്ടില്ല. അതുകൊണ്ട് ഇനി വേണ്ടിയ ഇൻഗ്രീഡിയൻസ് എന്നാന്നുള്ളത്, ഇതിന് മെയിനായിട്ട് വേണ്ടിയത് ചെറിയ ഉള്ളിയാണ്. അത് ഇച്ചിരി പൊളിക്കാനായിട്ടൊക്കെ ഇച്ചിരി പാടായതുകൊണ്ട് ഇച്ചിരി സവാള എടുത്ത് വെച്ചാലും മതിയേ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, കുറച്ച് ഉലുവ, കുറച്ച് ടൊമാറ്റോ, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തേങ്ങ, ഇച്ചിരി പുളി, ഉപ്പ്, കുറച്ച് എണ്ണ, വെളിച്ചെണ്ണ ഏറ്റവും നല്ലത്, കടുക്, പിന്നെ അറിയാലോ ഓഫ്കോഴ്സ് കറിവേപ്പില, പിന്നെ ഇച്ചിരി മീൻ. ഏത് മീനാണെന്നേലും കുഴപ്പമില്ല, ഇന്ന മീൻ തന്നെ വേണമെന്നൊന്നുമില്ല. ഇനി ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനകത്തൊരു ചെറിയ കാര്യം എന്നാന്നോ, ആദ്യം നമുക്ക് ഒരു പാനയിൽ ഇച്ചിരി കാര്യങ്ങളൊന്ന് വഴറ്റി വെച്ച് അരയ്ക്കാനുണ്ട്, അതാദ്യം ചെയ്യാം. ഇതിനകത്ത് ഒരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ മാറ്റി എന്ന് പറയുന്നത് ഏതാണെന്ന് വെച്ചാൽ ജീരകം മാറ്റിയേ. ജീരകം മാറ്റി കഴിഞ്ഞില്ലേലുണ്ടല്ലോ അതിന് ആ ഒരു എന്താ പറയുക, മീൻകറിക്ക് ജീരകം ഇട്ടാനുള്ള ഒരു ടേസ്റ്റ് അറിയാൻ മേലേ, എനിക്ക് പിടിക്കുകയല്ലേ. അതൊന്ന് കഴിച്ചപ്പോഴത്തേന് ജീരകം ഇട്ടിട്ട് അരച്ചുണ്ടാക്കിയപ്പോഴത്തേന് കൊള്ളുകയില്ല. അതുകൊണ്ട് ഞാൻ അതങ്ങ് മാറ്റി വെച്ച് ജീരകം ഇല്ലാതെ ഒന്ന് എഴുതി നോക്കി, അപ്പോഴത്തേക്കാണ് കുറച്ചുകൂടെ സ്വാദ്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയുന്നത് ഏറ്റവും സ്വാദുള്ള ഒരു ഭക്ഷണം ഉണ്ടാക്കാനല്ലേ പറയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ സ്വാദുള്ള ഭക്ഷണത്തിന് വേണ്ടി ആ ജീരകം അങ്ങ് മാറ്റിയത്. പിന്നെ ചെറിയ ഉള്ളിയായിരുന്നു ഏറ്റവും ടേസ്റ്റ്. അപ്പം അതാണെങ്കിൽ കുറച്ചുകൂടെ എന്നാ പറയുമ്പോൾ പൊളിക്കാനായൊരു ഇച്ചിരി പാട്. അതില്ലേല ചെറിയ ഉള്ളി തന്നെ എടുത്തു. എണ്ണ ചൂടായി വെച്ചാൽ അതിനകത്തോട്ട് ഇച്ചിരി സവാള, ഇതിൻ്റെ കൂടെ ഒരു ഇച്ചിരി ഉലുവ ഒരു പിടിക്കിട്ടേച്ചാൽ, പിടിയെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, പിഞ്ച് അത്രയും മാത്രം മതി. ഉലുവ കൂടിപ്പോയാൽ കഴിക്കുവേ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, ഉള്ളി ഒരു ഇച്ചിരി നല്ലതായിട്ട് വഴന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആ ഉള്ളിയുടെ ഒരു ചുവ എപ്പോഴും മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് നല്ലതായിട്ട് വഴന്ന് വരണം. ബ്രൗൺ ആവാനല്ല, ഉള്ളി വേവണം. ഉള്ളി ഒരു ഇച്ചിരി നല്ലതായിട്ട് മൂത്ത് കിട്ടാനായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന കൂട്ട് ഒരു ഇച്ചിരി ഉപ്പ്, അതൊരു ഇച്ചിരി വാടിക്കഴിഞ്ഞാൽ ഒരു ഇച്ചിരി 2-3 കഷ്ണം ടൊമാറ്റോ ഇട്ടു. ഒരുപാട് വേണ്ട, ഒരു 3-4 കഷ്ണം. കാര്യം ഇതും ശരിക്കും ആ ഉള്ളിയോടുകൂടി ചേർന്ന് തന്നെ വഴന്ന് വരാനുള്ളതാണ്. ആ ടൊമാറ്റോ നല്ലതായിട്ട് മൂത്ത് ഈ പറഞ്ഞ പോലെ ഉള്ളി എന്നുള്ള പച്ചച്ചവ മാറണം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ് മേടിക്കുന്നതെങ്കിൽ അതിനകത്ത് കുറച്ച് ഒരു കമർപ്പെന്ന് പറയാം, ഒരു കുത്തലുണ്ട്. ആ കുത്തൽ നല്ലോണം മാറുന്നിടം വരെ നമ്മൾ മൂപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് മേടിക്കുന്നത് നമ്മളത് പൊട്ടിക്കുമ്പോൾ തന്നെ ഒരു മണമുണ്ട്, അത് ആ ത്രൂ ഔട്ട് ആ കറിയിൽ കാണും. നല്ലതായിട്ട് മൂക്കണം. കാര്യം ഇനി ഈ ഉള്ളിക്ക് വേവാനുള്ള ആ ഒരു സമയം കൊടുക്കാൻ ഒക്കുകയില്ല. പക്ഷേ ആ പച്ചച്ചുവ മാറാനുള്ള സമയം ഈ സമയത്താണ്. കാര്യം നമ്മൾ അത്രയും ഉഴപ്പി അങ്ങ് വഴറ്റിയാൽ ഒക്കത്തില്ലേ. അതുകൊണ്ട് നല്ല ശ്രദ്ധയായിട്ട് നല്ലതായിട്ടൊന്ന് വേവണം ഉള്ളി.
ഇനി ഇതൊരിച്ച് വാടിക്കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി, എരിവ് കണക്കാക്കിയുള്ള മുളക് പൊടി ഇടണേ. മീനിനും ഇറച്ചിക്കും ഒരു ഇച്ചിരി ഉപ്പും എരിവും പുളിയില്ലെങ്കിൽ കൊള്ളുകയില്ല. ഇത് കാശ്മീരി മുളകാന്നു. കുറച്ച് മല്ലിപ്പൊടി, ഇതും ഒരു ഇച്ചിരി നല്ലതായിട്ട് മൂത്ത് എണ്ണ തെളിയുന്നിടം വരെ വഴറ്റണം. നമ്മൾ ചേർത്തേക്കുന്ന പൊടിയുടെ ഒക്കെ ആ ഒരു പച്ചച്ചൊവ മാറണം. എണ്ണ തെളിയാനാണെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തേച്ച് എണ്ണ തെളിയിച്ചെടുത്തതിന് ശേഷം വേണം നെക്സ്റ്റ് ചെയ്യാൻ. അതിന് ഇച്ചിരി സമയം എടുക്കും. പക്ഷേ ഈ വെള്ളം ഒഴിച്ച് നല്ലോണം എണ്ണ തെളിഞ്ഞതിന് ശേഷം നല്ലതായിട്ട് ആറിയതിന് ശേഷം മാത്രം മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരയ്ക്കണം. ഈ അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് വേണം അരയ്ക്കാൻ. തേങ്ങ ഇതിൻ്റെ കൂടെ മൂപ്പിക്കണ്ട, അത് നമ്മൾ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ അരച്ച് പേസ്റ്റ് പോലെ ആക്കി എടുത്തേച്ചാൽ മതി. പക്ഷെ അതിന് മുന്നായിട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മൾ നേരത്തെ ഒഴിച്ച ആ എണ്ണയൊന്ന് നല്ലോണം തെളിയിച്ചെടുക്കണം. ഈ തെളിയിച്ചെടുക്കുന്ന സമയം കൊണ്ട് രണ്ട് കാര്യങ്ങളുണ്ട്. എന്നാണെന്നറിയോ, എണ്ണ തെളിയുകയും ചെയ്യും, നമ്മളിട്ട പൊടി വേവുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം ആ ഉള്ളിയും തക്കാളിയും എല്ലാം വെന്ത് ഒരു കറി പരുവ ആവും. നമ്മൾ ഏകദേശം അരച്ചെടുക്കുന്ന ഒരു പരുവത്തിൽ തന്നെ ആവും. എന്നുവെച്ചാൽ നല്ലോണം ആറിയതിന് ശേഷം മാത്രം കുറച്ച് തേങ്ങ ചേർത്ത് വേണം നമ്മൾ അരയ്ക്കാൻ. തേങ്ങ കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർക്കാം. ഒന്നെങ്കിൽ തേങ്ങ പേസ്റ്റ് പോലെ അരച്ച് ചേർക്കുക, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കുക. ഇത് രണ്ടും മസ്റ്റ് അല്ല, വേണമെന്നേയില്ല. ഇതല്ലെങ്കിൽ സ്ട്രേറ്റ് ഇതൊരു ഗ്രേവി പോലെ ആക്കി എടുത്തേച്ച് ഇത് മീൻ ചേർക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം മാത്രം നിങ്ങളോട് പറയാതെ ചെയ്തു. എന്നാന്ന് വെച്ചാൽ എണ്ണ നേരത്തെ ചട്ടിയിൽ ഒഴിച്ചു, വേറെ ഒന്നും ചെയ്തില്ല. എന്നാന്ന് വെച്ചാൽ എന്നാ പറയുക, നമ്മൾ അരയ്ക്കാൻ വെച്ച സാധനം നല്ലതായിട്ട് അരച്ച് തേങ്ങായും കൂടെ ചേർത്ത് അരച്ചേക്കുന്നത് നല്ല പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എണ്ണയ്ക്കകത്തോട്ട് ഒരു ഇച്ചിരി കടുകിടുക. കടുവിട്ടേച്ച് ഒരു ഇച്ചിരി കറിവേപ്പില, അന്നേച്ച് ഇതിനകത്തുള്ള ആ അരച്ച് വെച്ചേക്കുന്നില്ലേ അത് കംപ്ലീറ്റ് ഇതിനകത്ത്. സാധാരണ മധുര കറികളൊക്കെ ഉണ്ടല്ലോ, തേങ്ങ അവർ മീനിന് അധികം അരക്കുകയില്ല, തേങ്ങയെ ഇടുകയില്ല. നമ്മൾ അരച്ച അത്രയും നമ്മൾ കൂട്ടുണ്ടാക്കിയില്ലേ, എക്സെപ്റ്റ് തേങ്ങ, അതെല്ലാം കൂടെ നല്ലോണം അരച്ചേച്ചാന്നു ഇതിനകത്തോട്ട് ചേർക്കുന്നത്. തേങ്ങ ഉപയോഗിക്കത്തേ ഇല്ല. പക്ഷേ നമ്മളൊരു കേരള ടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടും നമ്മളൊക്കെ ശീലിച്ചേക്കുന്ന ഇച്ചിരി തേങ്ങ അരച്ച് വയ്ക്കുക, അല്ലെങ്കിൽ തേങ്ങ ഇല്ലാതെയും. പക്ഷേ തേങ്ങ ഇല്ലാതെ എടുക്കുന്നവർക്ക് രുചിക്കുറവൊന്നും വരികയില്ല. പക്ഷെ ജീരകം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കാതിരുന്നേച്ചാൽ മതി. ഇതും നല്ല ടേസ്റ്റ് തന്നെയാണ്. തേങ്ങ ചേർക്കേണ്ടവർക്ക് തേങ്ങ ചേർക്കാം. ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ്, രണ്ട് മൂന്ന് പീസ് ഓഫ് ടൊമാറ്റോ, പിന്നെ അന്നേരം ഒരു ഇച്ചിരി പുളിയും കൂടെ. പുളി ഒരുപാട് ഒഴിക്കൽ, കാര്യം നമ്മൾ ടൊമാറ്റോ അരച്ചിട്ടുണ്ട്, അല്ലാതെ ഇപ്പം ഇച്ചിരി ടൊമാറ്റോ ഇട്ടിട്ടുണ്ട്. അതനുസരിച്ച് വേണം പിന്നെ പുളി പിഴിഞ്ഞൊഴിക്കാനേ. ഇത് കുടംപുളിയല്ല, വാളംപുളിയാ. ഇച്ചിരൂടെ എരിവൊക്കെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പം ചേർക്കാം. അല്ല പച്ചമുളകിൻ്റെ എരിവ വേണം എന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. പക്ഷേ ഈ ഒരു കറിയിൽ പച്ചമുളക് ഇല്ല. പക്ഷേ എന്നാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ചിലർക്ക് ഇഷ്ടമാണേ, ആ ചേർക്കാൻ ഇഷ്ടമാകുന്നതിൽ അങ്ങനെ ചേർക്കാം. എന്നുവെച്ച് ഇതിനകത്തോട്ട് ഗ്രേവി എത്രയാ വേണ്ടിയത് അത് പോയിട്ട് നമുക്ക് മീനിന് എത്ര ചാറ്, മീൻ വേവാനുള്ളത്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിക്കാൻ. ഈ സമയത്ത് ഉപ്പ്
പുളി, എരു ഇതെല്ലാം വേണ്ടിയതൊക്കെ ചേർക്കാം. പക്ഷേ അരപ്പ് തിളച്ചേച്ച് ഇതെല്ലാം ചേർക്കാവുള്ളൂ. പച്ചമുളക് ഓപ്ഷണലാണ്. പച്ചമുളകിൻ്റെ ടേസ്റ്റ് വേണ്ടിയവർക്ക് പച്ചമുളക് ചേർത്താൽ മതി. ഇല്ലെങ്കിൽ ഒരു ഇച്ചിരി മുളക് പൊടി, മല്ലിപ്പൊടി വേണ്ട. മുളക് പൊടി മാത്രം ഒരു ഇച്ചിരി നല്ലോണം മൂപ്പിച്ചേച്ച് ഇതിനകത്തോട്ട് ചേർക്കണം. കാര്യം നമ്മൾ ഇതുവരെ ചെയ്തതൊക്കെ മൂപ്പിച്ചേച്ചായിട്ടേക്കുന്നത്. പക്ഷേ മൂപ്പിക്കാതെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പച്ചച്ചോവ് വരും. പിന്നെ തിളച്ചതിന് ശേഷം മീൻ ഇട്ടേക്കുക. മീൻ ഇട്ടേച്ച് അതൊന്ന് തിളച്ച് കഴിഞ്ഞ് മീൻ ഇട്ട് കഴിയുമ്പോൾ ഒരു തിള വരികയല്ലേ, അന്നേരം എന്നാ ചെയ്യണം, സിമ്മയിലോട്ട് വെച്ചേച്ച് അത് നല്ലോണം എത്ര ചാറ് വേണമെന്ന് വെച്ചാൽ അത് ആ ഒരു ചാറ് എത്തുമ്പോഴത്തേനും അങ്ങ് ഓഫ് ചെയ്ത് വെച്ചാൽ മതി. ആ ചാറ് എത്തുമ്പോഴത്തേനല്ല, നമുക്ക് വേണ്ടി ചാറിൽ നിന്ന് ഒരു പിടി, അതായത് 1 ഇഞ്ച് മേളിൽ നിൽക്കുമ്പോൾ ഓഫ് ചെയ്യുക. കാര്യം ചട്ടിയിലിരുന്നുകൊണ്ട് അത് ഒരു ഇച്ചിരിയും കൂടി ഒന്ന് പറ്റുവേ. അന്നേരത്തേന് അത് ആവശ്യമുള്ള ഒരു ചാറ് എടുത്തേച്ച് ഓഫ് ചെയ്താൽ മതി. ഇനി ഇത് തിളച്ചേച്ച് നമുക്ക് മീൻ ഇടണം. മീൻ ഇട്ട് കഴിഞ്ഞാൽ കുറേ സമയം എടുക്കുവേ. നമ്മുടെ മീൻ കറി കണ്ടോ, അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞേ നമ്മുടെ ഒരു കേരള സ്റ്റൈലും കൂടെ ആക്കിയിട്ടുണ്ട്. മധുരൈ സ്റ്റൈൽ ചെയ്യുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തേങ്ങ അരക്കേയില്ല. പിന്നെ ഞാൻ പറഞ്ഞ നമ്മുടെ ഒരു ടേസ്റ്റ് വന്നാലേ നമുക്ക് കൂടുതൽ ഇഷ്ടമാവുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് എന്നാന്നൊക്കെ ചോദിച്ചേച്ച് പല ചോദ്യങ്ങൾ വരുവേ. അതിലും ഭേദം ഇത് ഇങ്ങനെ നമ്മുടെ സ്റ്റൈലിൽ ചെയ്താൽ മതി. എന്നാൽ പിന്നെ ഇത് നമ്മൾ മറ്റേ കറി വെക്കുന്ന കൂട്ടാന്നോ എന്ന് ചോദിച്ചാൽ അല്ല, ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ്. നല്ല ടേസ്റ്റ് ആന്നു. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ ചെയ്തേക്കുന്ന പത്തിരിയാന്നു. പത്തിരി അല്ലെങ്കിൽ ചോറ് നല്ല കോമ്പിനേഷനാ, അപ്പം നല്ലതാ, ചൂട് പുട്ട് നല്ലതാ. ഇതൊക്കെ ഇതിൻ്റെ കൂടെ കഴിക്കാവുന്നതേ ഉള്ളൂ.